എല്ലാവരെയും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി കുറച്ച് പുതുമയുള്ളതാണ്. റെസിപ്പിയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് പുതുമയില്ലെങ്കിലും അത് ഉണ്ടാക്കുന്ന രീതിയിൽ കുറച്ച് വെറൈറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിഭവത്തിൻ്റെ ഒരു പരിഷ്കരിച്ച മോഡലാണ്. അപ്പോൾ ആ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അറിയണ്ടേ? എന്നാൽ പിന്നെ വരും, നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോ കാണാം. ഈ പലഹാരം ഉണ്ടാക്കുന്നതിനായിട്ട് 2 പഴുത്ത പഴം എടുത്തിട്ടുണ്ട്. ഇത് അധികം പഴുത്ത് തൊലി കറുത്തു പോയതല്ല. പഴം ഇനി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കണം. ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്കായിട്ട് ഒരു പാൻ ലോ ഫ്ലെയിമിൽ സ്റ്റവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. 2 ചെറിയ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച പഴക്കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പഴക്കഷ്ണങ്ങൾ അധികം വെന്തുടയേണ്ട ആവശ്യമില്ല. നന്നായിട്ട് വെന്ത് സോഫ്റ്റായി വഴന്നു വരണം. അതുവരെ വേണം ഇത് വഴറ്റിയെടുക്കേണ്ടത്. പഴക്കഷ്ണങ്ങൾ വെന്ത് സോഫ്റ്റായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ചെറിയൊരു സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കഷ്ണങ്ങൾക്ക് കിട്ടും. ഇവിടെ പഴക്കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി അടുത്ത പ്രോസസ്സിലേക്ക് പോകാം. ഇതിലേക്കായിട്ട് കുറച്ച് റവ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വീറ്റിൻ്റെ റവയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ റവ എടുക്കാം. 2 ചെറിയ സ്പൂൺ റവയുടെ ആവശ്യമേ ഉള്ളൂ. ഇതൊരു ബൗളിലേക്ക് ആക്കിയതിന് ശേഷം 1/4 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. ഇത് നന്നായിട്ട് കുതിർന്നു വരാൻ വേണ്ടിയിട്ടാണ്. റോസ്റ്റഡ് റവ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിവിടെ നിന്ന് കുതിരട്ടെ. ഇനി പഴക്കഷ്ണങ്ങൾ വഴറ്റിയ അതേ കടായിൽ തന്നെ ഒരു ചെറിയൊരു കപ്പ് വെർമിസെല്ലി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ റോസ്റ്റഡ് വെർമിസെല്ലിയാണ് എടുത്തത്. റോസ്റ്റഡ് വെർമിസെല്ലി ആണെങ്കിൽ അധികം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാകാൻ വേണ്ടിയിട്ടൊന്ന് വഴറ്റി കൊടുത്താൽ മതി. ഇതാ ഇവിടെ വെർമിസെല്ലി ഒന്ന് ചൂടായി പാകമായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3/4 ഗ്ലാസോളം പാല് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കുറച്ച് പാൽ ബാക്കി വെച്ചിട്ടുണ്ട്. അത് എന്തിനാണെന്ന് പിന്നെ പറയാം. ഇതാ ഇവിടെ വെർമിസെല്ലി നല്ല വെന്ത് സോഫ്റ്റ് ആയിട്ടുണ്ട്. പാലൊക്കെ വറ്റി. അപ്പോൾ മധുരം ചേർക്കണം. അതിലേക്കായിട്ട് ഒരു ചെറിയ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നേരത്തെ ബാക്കി വന്ന പാല് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ വീഡിയോ മിസ്സായിപ്പോയി. ഇനി ഈ ചേരുവകളെല്ലാം മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയൊരു ബൗൾ എടുക്കാം. ബൗളിലേക്ക് ഞാനിവിടെ 2 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒരു മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. 1/2 സ്പൂൺ ഏലക്കാപ്പൊടി, 2 നുള്ള് ഉപ്പ് എല്ലാം ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഹാൻഡ് വിസ്ക് വെച്ച് ഉടച്ചു കൊടുക്കാം. ഒരു മുട്ട കൂടി കൂടുതൽ ചേർക്കുമെന്ന് പറഞ്ഞത് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നു. കാരണം അളവ് നോക്കിയപ്പോൾ ഒരു മുട്ടയുടെ ആവശ്യം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ വിസ്ക് വെച്ച് നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുട്ട മിക്സിയിലേക്ക് നേരത്തെ വഴറ്റി വെച്ച പഴക്കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ തയ്യാറാക്കി വെച്ച വെർമിസെല്ലിയാണ്. വെർമിസെല്ലി കട്ട കെട്ടാതെ വേണം മിക്സാക്കി കൊടുക്കേണ്ടത്. അത് കട്ട കൂടി കിടന്നാൽ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. പഴവും വെർമിസെല്ലിയും നന്നായിട്ട് മിക്സാക്കിയതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് പാലിൽ കുതിർത്ത് വെച്ച റവയാണ്. ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. സേമിയ കായപ്പോള ഉണ്ടാക്കുന്ന അതേ ചേരുവകളാണ് ഇവിടെയും ചേർത്തത്. ഒന്ന് മാത്രം കൂടുതൽ ചേർത്തു, അത് റവയാണ്. അപ്പോൾ അത് ഉണ്ടാക്കുന്ന രീതിയിലുള്ള വ്യത്യസ്തത കൊണ്ടാണ് റവ ചേർക്കേണ്ടി വന്നത്. ഇവിടെ ബാറ്റർ തയ്യാറായിട്ടുണ്ട്. ഇത്രയും കട്ടിക്ക് വേണം തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇനി പലഹാരം തയ്യാറാക്കാം. ഈ കടുക് താളിക്കാൻ വെക്കുന്ന ചെറിയ ഫ്രൈ പാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ കുട്ടി ദോശ ഉണ്ടാക്കും പോലെയാണ് ഈ ബാറ്റർ 2 തവി കോരി ഒഴിച്ച് ചുട്ടെടുക്കേണ്ടത്. 2 തവിയിൽ കൂടുതൽ കോരി ഒഴിച്ചാൽ നല്ല കട്ടിയായിരിക്കും. അപ്പോൾ ഇതാണ് പാകം. ഇനി ഇതിലേക്ക് കുറച്ച് മുകളിൽ വിതറാൻ വേണ്ടി ക്രഷ് ചെയ്ത കാഷ്യൂ നട്ട്സും കിസ്മിസും ഒക്കെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 3 മിനിറ്റോളം അടച്ചൊന്ന് വേവിക്കണം. അപ്പോഴേക്കും ഇത് പാകത്തിന് വെന്ത് കിട്ടും. 3 മിനിറ്റ് കഴിഞ്ഞ് ഇതൊന്ന് തുറന്നു നോക്കുമ്പോൾ നല്ല പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് മറിച്ചൊന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ സൈഡ് ഭാഗങ്ങളിലൊക്കെ കുറച്ച് നെയ്യൊന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ ഇത് നെയ്യിലാണ് ചുട്ടെടുക്കേണ്ടത്. എന്നാലേ ഇതിന് രുചി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ പാകമായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ. നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സേമിയ കായ്പോള ഇതുപോലെ ചുട്ടെടുത്തിട്ടുണ്ടോ?
ഇനി തയ്യാറാക്കുമ്പോൾ ഇതേപോലെയൊക്കെ ഒന്ന് ചുട്ടെടുത്ത് കഴിച്ച് നോക്കണം. ഇങ്ങനെ തയ്യാറാക്കി കഴിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തമായ ഒരു രുചിയൊക്കെ അറിയാൻ പറ്റും. ചെറിയ ഫ്രൈ പാൻ കിട്ടിയില്ലെങ്കിൽ ദോശത്തവയായാലും മതി, അതിൽ വെച്ച് ഇതുപോലെ ചെറുതായിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചുട്ടെടുത്ത കായപ്പോള റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കണം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ മറക്കാതെ ലൈക്ക് തരണം, അതുപോലെ ഹൈപ്പും ചെയ്യണം. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ടും എനിക്ക് വേണം, എന്നാലേ ചാനൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇനിയൊരു പുതിയ വീഡിയോ വരുന്നവരെ എല്ലാവരോടും സ്നേഹത്തോടെ ബൈ.